വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എടുത്ത് പറഞ്ഞാൽ നമുക്ക് 71ഓളം ജോബ് വേക്കൻസികൾ നമുക്കിപ്പോൾ ട്യൂട്ടറായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യുക. ഇന്ത്യയിലാണ് നമുക്ക് ജോബ് വേക്കൻസി വരിക. അപ്പം ആ ഒരു ജോബ് വേക്കൻസിയുടെ ഡീറ്റെയിൽസാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു സൈറ്റ് കയറി രജിസ്റ്റർ ചെയ്യാനുണ്ട്. ആ സൈറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 71 വേക്കൻസി അവൈലബിൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പം നമുക്കത് എടുത്തിട്ട് അതിനകത്തുനിന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റോ ഉള്ളതായിട്ടുള്ള ട്യൂട്ടറിൻ്റെ ജോബ് വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ആ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് വായിച്ച് നോക്കാം. പെർ ഹവറിന് ഇത്ര രൂപ എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ജോബിൻ്റെ ടൈമും അതുപോലെ തന്നെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും അവർ ആ ജോബിൻ്റെ ഡീറ്റെയിൽസിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആണ്, നിങ്ങൾക്ക് ഇത് പറ്റുമെന്ന് ഉറപ്പുള്ളതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം സൈറ്റ് ഏതാണെന്നും എങ്ങനെയാണ് നമ്മൾ അതിൽ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അപ്പം ഈ ഒരു സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു വേക്കൻസിയാണ് 71 പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ താമസിക്കാതെ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നതാണ്. അപ്പം ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്ന സൈറ്റിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഡോർ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ ചെന്നിട്ട് ഗ്ലാസ് ഡോർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിനും ആദ്യം വരുന്ന സൈറ്റാണ്. അപ്പോൾ ഞാൻ പേരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ ഒരു സൈറ്റിൽ നോക്കുമ്പോഴത്തേനും കുറേ ഓപ്ഷൻസ് കാണാം. അതിലാദ്യം കിടക്കുന്നത് 71 ട്യൂട്ടർ ജോബ് വർക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിലാണ് നമ്മൾ ഞാൻ പറഞ്ഞ ആ 71 ജോബിൻ്റെ ഡീറ്റെയിൽസ് വരിക. അതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ കമ്പനി ആൻഡ് റിവ്യൂസ്, യുവർ ജോബ് സെർച്ച്, സ്റ്റാർട്ട് ഹിയർ, കമ്പനി സാലറി, ലോഗ് ഇൻ, കരിയർ, കമ്മ്യൂണിറ്റി, യുവർ എംപ്ലോയർ ബ്രാൻഡ്, സ്റ്റാർട്ട് ഹിയർ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ വേറെ കമ്പനിയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വേറെ കമ്പനിയിൽ ജോബ് വേക്കൻസി ഉണ്ടോ ഇല്ലയോ നോക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഓപ്ഷൻ നോക്കാൻ പറ്റും. അതല്ലാതെ ജോബ് സെർച്ച് സ്റ്റാർട്ട് ഹിയർ അതിനകത്ത് നോക്കാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ജോബ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൂടാതെ കമ്പനി സാലറീസ്, കമ്പനിയുടെ സാലറിയുടെ ബേസിൽ നമുക്ക് കമ്പനി തിരഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ലോഗിൻ നമുക്ക് ഈ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ആണ്. പക്ഷെ നമ്മളിപ്പം നോക്കാൻ പോകുന്നത് 71 ട്യൂട്ടർ ജോബ് വർക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഓപ്ഷനാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ജോബ് വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഒരുപാട് എന്ന് വെച്ചാൽ എല്ലാം തന്നെ ട്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോബ് വേക്കൻസികളാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂട്ടർ, മാത്സ് ട്യൂട്ടർ, GRE ഓൺലൈൻ ട്യൂട്ടർ, പിന്നെ ഓൺലൈൻ മാത്സ് ട്യൂട്ടർ, ഇംഗ്ലീഷ് ട്യൂട്ടർ, ഫിസിക്സ് ട്യൂട്ടർ, ഓൺലൈൻ മാത്സ് ട്യൂട്ടർ, പിന്നെ ഹൈ ഗ്രേഡ്, അങ്ങനെ ഒരുപാട് ട്യൂട്ടർമാരുടെ വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടറെ ആണെന്ന് തോന്നുന്നു ആവശ്യം. അപ്പം നിങ്ങൾക്ക് മാത്സിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം അവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ട്യൂട്ടർ ആണെങ്കിൽ പെർ ഹവറിന് 350 രൂപ, ഒരു മണിക്കൂറിൽ നമുക്ക് 350 രൂപ കിട്ടും. അതുപോലെ തൊട്ട് താഴെ നമുക്ക് മാത്സ് ട്യൂട്ടർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ 350 തൊട്ട് 550 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ഓൺലൈൻ ട്യൂട്ടറിന് അല്ലെങ്കിൽ ഓരോ ട്യൂട്ടറിനും വ്യത്യസ്തമായിട്ടുള്ള എമൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അതെല്ലാം തന്നെ പെർ ഹവറിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് നോക്കിയാൽ ആ ഒരു ജോബിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻസ്, പിന്നെ എത്ര സമയം നമ്മളതിന് വർക്ക് ചെയ്യണം, എക്സ്പീരിയൻസ് എത്ര വേണം, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഉള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത് എന്നൊക്കെ അവരെന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു എക്സ്പ്ലനേഷൻ പോലെ അവരത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പം
എന്താണ് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ ഒരു മാത്സ് ട്യൂട്ടറിൻ്റെ ഒരു വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. സാലറി എന്ന് പറയുന്നത് 350 തൊട്ട് 550 രൂപയാണ് പെർ ഹവേഴ്സിന് വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ബാച്ചിലർ ഡിഗ്രി വേണം. ഏതിലാണ്? ഹയർ ഇൻ മാത്തമാറ്റിക്സിൽ ബാച്ചിലർ ഡിഗ്രി ഉള്ളവരായിരിക്കണം. അതുപോലെ തന്നെ ടൈം കൊടുത്തിരിക്കുന്നത് ഏർലി മോർണിംഗ് 4:30 തൊട്ട് 7:30 വരെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ട്യൂട്ടർ വർക്ക് ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് 3 വർഷത്തെ എന്താണ് എക്സ്പീരിയൻസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കില്ല്, അൽജിബ്ര, ലിസൺ പ്ലാനിങ്, അങ്ങനത്തെ കുറേ സ്കില്ലും അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് എന്താണ് ഡിസ്കവർ മോർ മീ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാമെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽസ് അവർ താഴെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പം എന്താണ് ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഈസി അപ്ലൈ എന്നൊരു ഓപ്ഷനുണ്ട്. അതിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സൈറ്റിൽ ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഗൂഗിൾ ഐ ഡി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈനപ്പ് ചെയ്യാം. അതല്ലാതെ മെയിൽ ഐ ഡി കൊടുത്തിട്ടാണെങ്കിലും സൈനപ്പ് ചെയ്യാൻ പറ്റും. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവർ ഒരു ഫോം തരും. ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, CV അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അവർ മെയിൽ ത്രൂ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മൾ സാധാ ക്വസ്റ്റ്യൻസൊക്കെ നമ്മളൊരു നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പം സാധാരണ എന്തൊക്കെ ചോദിക്കും ആ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാം. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റുന്നതാണ്. അപ്പം സാലറിയുടെ ഞാൻ പറഞ്ഞല്ലോ, അപ്ലൈ ചെയ്യുന്നതിൻ്റെ ജോബിൻ്റെ ഇതുപോലെ ഇരിക്കും നമുക്കുള്ള സാലറി. അപ്പം എല്ലാം ഓൺലൈൻ ട്യൂട്ടറിന് പെർ ഹവർ വെച്ചാണ്. അപ്പം നമുക്ക് അത് നേരിട്ട് ബാങ്കിലേക്കോ അല്ലെങ്കിൽ GP വഴിയൊക്കെ നമുക്ക് വിഡ്രോവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.